എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ മാത്സ് പാർട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം. എക്സിന്റെ 20% തന്നിട്ടുണ്ട് അല്ലെ. എക്സിന്റെ 20% എങ്ങനെ എഴുതുക? എക്സ് ഇൻറ്റു 20/100. അതെന്ന് പറയണത് 36 ആണ്. അപ്പൊ എക്സ് എന്താന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 36 ഇൻറ്റു 100/20 അല്ലെ. ഇനി ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. കാരണം എന്താണ്? ഇത് വെട്ടിക്കളയാനുള്ളത് ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യാണ് നല്ലത്. അപ്പൊ ഇനി എക്സിന്റെ 30% നമുക്ക് കണ്ട. അപ്പൊ എക്സ് ഇൻറ്റു 30/100 അല്ലേ. അതായത് ഈക്വൽ ടു ഇതിന്റെ 30/100 കണ്ട പോരെ. 36 ഇൻറ്റു 100/20 ഇൻറ്റു 30/100 അല്ലെ. അപ്പൊ ഈ 100 ക്യാൻസൽ ചെയ്ത് പോവില്ലേ? 0 ക്യാൻസൽ ചെയ്ത് പോവും. ഇനി 2 ഇവിടെ എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം അല്ലെ. 18 ഇൻറ്റു 3 എത്രയാണ്? 24, 2 54 അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5⁻1/3 ഇൻറ്റു 125⁻2/3. ഇവിടെ 5 ആണ് അല്ലെ. അപ്പൊ ഇതിനെ 5ന്റെ പവർ ആക്കി എഴുതാൻ പറ്റുമോ? 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 ആണ് 125 അല്ലെ. അപ്പൊ ഈ 125ന് പകരം എനിക്ക് എന്താ എഴുതാം? 5 ക്യൂബ് എന്ന് എഴുതാം. ഹോൾ റേസ് ടു 2/3 അല്ലെ. ഇനി ഇവിടെ എന്താണ്? 5⁻1/3 ഇൻറ്റു ആണ്. ഇത് ഏത് ഫോമിലായി? അപ്പൊ നമുക്ക് ഇത് a⁻m ഹോൾ റേസ് ടു n അല്ലേ. അപ്പൊ a⁻m ഇൻറ്റു n എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? 5⁻3 ഇൻറ്റു 2/3 അല്ലെ. അപ്പൊ 6/3 ആയില്ലേ. ഇനി ഇവിടെ എന്താണ്? 5⁻1/3 ആണ്. ഇത് എന്ത് ഫോമാണ്? a⁻m ഇൻറ്റു a⁻n എന്നുള്ള ഫോം അല്ലേ. അതെങ്ങനെയാണ് എഴുതുക? a⁻m + n. അതായത് 5⁻1/3 പ്ലസ് ഇതെന്താണ്? 6/3 അല്ലെ. 6/3. അപ്പൊ എന്താണ് വരിക? 5⁻7/3. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 + 6 ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 2 + 8. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ബോർഡ് മാസ് റൂളിൽ എന്താണ്? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. അപ്പൊ 6 4 10 എന്നുള്ളത് ആദ്യം ചെയ്യണം. ഇവിടെയും 8 2 10 എന്നുള്ളത് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ഉണ്ട് വെച്ചെങ്കിൽ അത്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 10 ഇൻറ്റു 5 50. ഇനി ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 3 ഇൻറ്റു 10 30. അപ്പൊ 50 - 30 എത്രയാണ്? 20. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 ഇൻറ്റു 1/4 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/4. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇത് വേഗത്തിൽ ചെയ്യാൻ എന്താണ്? ഇത് എക്സ് ഇൻറ്റു എക്സ് x² ആണ് അല്ലെ. x² - y² എന്നുള്ള ഫോം അല്ലേ. ഇവിടെ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് അറിയാം? x² - y² എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിക്കൂടെ? ഐഡന്റിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. അപ്പൊ നമുക്ക് ഈ എക്സ് പ്ലസ് വൈ ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? എക്സ് മൈനസ് വൈ. അതായത് 1/2 മൈനസ് 1/4. അരേന്ന് 4 മൈനസ് ചെയ്ത എന്താവും? കാലാവും അല്ലെ. കാലല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? ഇതിന്റെ LCM എന്താണ്? 4 ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു 2 ചെയ്യണം. ഇവിടെ ഇൻറ്റു 2 ചെയ്യാ. അപ്പൊ 2 - 1 വന്നു. അത് എത്രയാണ്? 1. 1/4 എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a:b = 2:7 ആയാൽ a/b = b/a = എങ്ങനെയാണ് അറിയാ? a:b = 2:7 അല്ലെ. അപ്പം നമുക്ക് a/b എങ്ങനെ എഴുതാം? a/b = 2/7 എന്ന് എഴുതാം. b/a എന്താണ്? b/a എന്ന് പറയുന്നത് 7/2 ആണ് അല്ലെ. അപ്പൊ ഇവിടെ
7 എന്ത് വന്നു? A/B 2/7 B/A 7/2 കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ അനുപാതമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ, റേഷ്യോ കിട്ടണം. അപ്പൊ നമുക്ക് എന്താണ് 2/7 7/2 അല്ലെ. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ ആക്കണം. അപ്പൊ എന്താ ചെയ്യാ? ഇതിനെ ഇൻറ്റു 2 വരിക അറിയേ, അതായത് LCM 7 × 2 അല്ലേ വരിക 14. അപ്പൊ ഇവിടെ ഇൻറ്റു 7 ചെയ്യണം. അപ്പൊ ഇവിടെയും ഇൻറ്റു 7 ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? 4:49 അല്ലെ. 4:49 ഏതാണ് ആൻസർ നോക്കൂ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ 10, 13, 17, 22. 10ഉം 3ഉം 13, 13ഉം 4ഉം 17, 17ഉം 5ഉം 22, 22ഉം 6ഉം അപ്പൊ എന്താവും? 28. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 11, 23, 47, 63. 11, 23, 47, 63 അല്ലെ. ഇതിൽ 11 അഭാജ്യസംഖ്യയാണ്, 23 അഭാജ്യസംഖ്യയാണ്, 47ഉം അഭാജ്യസംഖ്യയാണ്. അപ്പൊ 63 എന്താണ്? ഭാജ്യസംഖ്യയാണ്. കാരണം 63നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് 9/7 ആണ് 63. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത് എന്താ അല്ല, അഭാജ്യസംഖ്യയല്ല. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എന്ത്? ഒന്നുമില്ല വെച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആംഗിളിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. 30H - 5.5 m. Hല് അവർ എത്രയാണ്? 7 അല്ലെ. 30 × 7 മൈനസ് m എത്രയാണ്? മിനിറ്റ് എത്രയാണ്? 30. അപ്പൊ 5.5 × 30 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറയണത് കേൾക്ക. അതായത് വേഗത്തിൽ കിട്ടാനുള്ള വഴി ഇതാണ്. 7:30 എന്ന് പറഞ്ഞാൽ ഇവിടെ 7ല് സൂചി ഉണ്ടാവും, ഇവിടെ 6ല് സൂചി ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് തമ്മിലുള്ള ഇട എത്ര ഉണ്ടാവും? ഒരു ഇടയാണ് ഉള്ളത് അല്ലെ. ആ ഒരു ഇടയ്ക്ക് എത്ര ഡിഗ്രി ഉണ്ടാവും? ഓരോ ഇടകളും 30 ഡിഗ്രി വീതമാണ്. അപ്പൊ ഒരിട എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. ഇനി 7:30 എന്ന് പറഞ്ഞാൽ 7 കഴിഞ്ഞ് കുറച്ചും കൂടി മാറിയിട്ടാണ് ഇത് അവർ ഹാൻഡ് ഇരിക്കുക. അത് എത്ര മാറും? അതായത് ഈ മിനിറ്റിന്റെ പകുതിയാണ് മാറുന്നത്. അപ്പൊ 30/2 15. അത് ഇതിന്റെ കൂടെ കൂട്ടണം. അപ്പൊ എങ്ങനെയാണ്? 30ഉം 15ഉം കൂടി കൂട്ടിയ 45 ഡിഗ്രി. വേഗത്തിൽ ആൻസർ കിട്ടും. ഇതാണ് എളുപ്പ വഴി. അല്ല നിങ്ങൾക്ക് ഇതില് ചെയ്തു നോക്കാനാണ് ഇഷ്ടമെങ്കിൽ ചെയ്തു നോക്കാം, പക്ഷെ കൂടുതൽ സമയമെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8:511 10 എത്രയാണെന്ന്. അതായത് ഇത് എന്തോ ഒരു ബന്ധമുണ്ട് ഇവര് തമ്മില്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 8ന്റെ ക്യൂബ് എന്ത് വരും നോക്കൂ. 8 64. 64 × 8 എത്ര വരും? 4 32, 3 6 48, 3 51 അല്ലെ. 512. അതൊന്ന് 1 കുറഞ്ഞതല്ലേ ഈ 511. അപ്പൊ ഇവിടെ എന്ത് വരും? 10ന്റെ ക്യൂബിന്ന് -1 കുറച്ചാ പോരെ. 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. 1000ത്തിന്ന് 1 കുറച്ച എന്താണ്? 999 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നതാണ് ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ കേട്ടോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മള് 2007 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മള് നമ്മുടെ ചാനലില് എല്ലാം വർക്ക്ഔട്ട് ആണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം നോക്കി പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 10 ക്വസ്റ്റ്യൻ ഉണ്ട് വെച്ചെങ്കിൽ 10 മാർക്കും നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്. കാരണം നമ്മൾ അത്രയും
ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി പഠിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അതായത് 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ 100 ഇടയിലെന്ന് പറഞ്ഞാൽ 100ഉം 150ഉം കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം ഈവൺ നമ്പർ ആണ്. പിന്നെ മാത്രമല്ല ഇടയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടില്ല. അപ്പൊ ആദ്യത്തെ നമ്പർ ഏതാ വരിക? 101 വരിക അല്ലെ. അവസാനത്തെ നമ്പർ ഏതാ വരിക? 149 വരിക. കാരണം എന്താണ്? ഒറ്റ സംഖ്യയാണ് ചോദിക്കണേ. അപ്പൊ 150ന് താഴെയുള്ള ഒറ്റ സംഖ്യ ഏതാണ്? 149. അപ്പൊ 101നും 149നും ഇടയിലുള്ള സംഖ്യകളുടെ തുകയാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ ഇതില് എത്ര സംഖ്യകൾ ഉണ്ടെന്ന് എങ്ങനെയാ നോക്കുക? അതായത് ഈ 149 മൈനസ് 101 ബൈ 2 പ്ലസ് 1 ചെയ്താൽ മതിയില്ലേ. 149 മൈനസ് 101 ബൈ 2 പ്ലസ് 1. ഇങ്ങനെയാണ് നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? nth ടേം tn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ് അല്ലെ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? nth ടേം ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അല്ല ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുക. 149 മൈനസ് 101 ബൈ 2 പ്ലസ് 1. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ എന്താ വരിക? 49 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 48. 48 ബൈ 2 എന്ന് പറഞ്ഞാൽ 24. 24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 25. അപ്പൊ n എത്രയാണ്? 25 ആണ്. അപ്പൊ ഈ എസ് 25 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Sn കാണാനുള്ള വാക്യം എന്താണ്? n/2 ഇൻറ്റു T1 പ്ലസ് Tn അല്ലെ. ഇത് എങ്ങനെയാണ് കാണുക? n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 25/2 ഇൻറ്റു T1 എത്രയാണ്? 101 ആദ്യ പദം പ്ലസ് അവസാന പദം 149. അപ്പൊ നമുക്ക് എന്ത് വന്നു? 49ഉം 1ഉം 50 ആയി, 250 ആയി അല്ലെ. 25 ഇൻറ്റു 250 ബൈ 2 അല്ലെ. 25 എത്രയാണ്? 625 ആണ്. 625 0 6250 ബൈ 2 ചെയ്താൽ മതിയില്ലേ. അപ്പൊ ഏതാണ് ആൻസർ? 3 പ്രാവശ്യം അല്ലേ. 3 2 6. ഇവിടെ എന്ത് പറയും? 1 അല്ലെ. 0 അല്ല, 1 ഓ 2 2. പിന്നെ ഇവിടെ എന്ത് വരും? ഈ 2 4. 10ല് I 2 10. 3125. ഏതാണ് ആൻസർ നോക്കൂ? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.